അപ്രതീക്ഷിതമായിട്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ ചലച്ചിത്ര താരം ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായത്. ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇന്നസെന്റ് എത്തിയപ്പോൾ ആ മുന്നണിക്കാർക്കൊപ്പം എതിരാളികളും തെല്ലൊന്നുമല്ല ആശങ്കയിലായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വീറും വാശിയുമുള്ള പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് ചാലക്കുടി. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേത്. 2009 മണ്ഡലത്തിന്റെ കന്നി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ KP ധനപാലനായിരുന്നു വിജയം. നേരത്തെയുണ്ടായിരുന്ന മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളും ഉൾപ്പെടുത്തിയാണ് 2008 മണ്ഡല പുനഃക്രമീകരണത്തോടെ ചാലക്കുടി രൂപീകരിച്ചത്. പരമ്പരാഗതമായി കോൺഗ്രസ് ചായ്വ് കാണിച്ച മണ്ഡലത്തിൽ ഇന്നസെന്റ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരീക്ഷണമായിരുന്നു. സിറ്റിംഗ് MP KP ധനപാലിന് പകരം പാർട്ടി ദേശീയ വക്താവ് കൂടിയായ PC ചാക്കോയെയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ധനപാലിന് ചാക്കോയുടെ സിറ്റിംഗ് സീറ്റായ തൃശൂരും നൽകി. ഇതിന്റെ അസ്വസ്ഥതകൾ കോൺഗ്രസിൽ നീറിപ്പുകഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം. ഇന്നസെന്റിന്റെ വിജയം ഒരു രാഷ്ട്രീയ വിജയമായിട്ട് അന്ന് ആരും വിലയിരുത്തിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് കോൺഗ്രസ് രാഷ്ട്രീയം പഠിച്ചവർക്ക് തൃശ്ശൂരിൽ അന്ന് PC ചാക്കോ, അതുപോലെ മറ്റേ ചാലക്കുടിയിൽ KP ധനപാലൻ എന്നുള്ള ആ ഒരു രാഷ്ട്രീയ സമവാക്യം പെട്ടെന്ന് മാറി ചാലക്കുടിയിൽ PC ചാക്കോയും തൃശ്ശൂരിൽ KP ധനപാലനും എന്നുള്ള ഒരു വെച്ചുമാറ്റം വന്നപ്പോൾ ആ വെച്ചുമാറ്റത്തിൽ ഉണ്ടായ ചില അപാകതകൾ വോട്ടർമാർക്കിടയിൽ ബാധിച്ചു എന്നൊരു ചിന്ത അന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. തമ്മിൽ തല്ലിൽ തട്ടി കോൺഗ്രസ് പ്രചരണം ഇഴഞ്ഞു നീങ്ങിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി പതിവ് നർമ്മവുമായി ചാലക്കുടിക്കാരെ പതുക്കെ കീഴടക്കി തുടങ്ങിയിരുന്നു. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ തന്റെ പതിവ് ശൈലിയിൽ പ്രതിപാദിച്ച് ഇന്നസെന്റ് പതുക്കെ ആൾക്കൂട്ടങ്ങളെ വോട്ടാക്കി മാറ്റുകയായിരുന്നു. ഇന്നസെന്റ് എന്ന ഇടത് പരീക്ഷണം ശരിയായിരുന്നുവെന്ന അടയാളപ്പെടുത്തലുമായാണ് ഫലപ്രഖ്യാപനം വന്നത്. പാർലമെന്റ് അംഗമെന്ന നിലയിൽ മണ്ഡലത്തിൽ മുഴുനീളം സഞ്ചരിക്കുന്നതിന് പലപ്പോഴും ഇന്നസെന്റിന് അദ്ദേഹത്തിന്റെ അസുഖം തടസ്സമായി. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പലപ്പോഴും ആശുപത്രിയിലുമാക്കി. എങ്കിലും തന്റെ അസാന്നിധ്യത്തെ സാന്നിധ്യമുള്ള സമയങ്ങളിൽ അദ്ദേഹം മറികടന്നു. ജനപ്രതിനിധി എന്നതിനപ്പുറം പലപ്പോഴും അദ്ദേഹം ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിലാണ് മുന്നോട്ടു പോയത്. രാഷ്ട്രീയ നേതാവായിട്ട് അഭിനയിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളൂ. കാരണം ഇത്രയധികം ജനങ്ങൾക്കിടയിൽ ഒരു MP എന്ന് വെച്ചാൽ നിസ്സാര പണിയല്ല, നല്ല ജോലിയുള്ളതാണ്. അത് അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അക്കാലത്ത് ഇന്നസെന്റിനെ കാത്ത് ഇരിക്കുക, ഇന്നസെന്റിന് വേണ്ടി ഉദ്ഘാടനങ്ങൾ വയ്ക്കുക, അദ്ദേഹം വരാതിരിക്കുക, അതൊക്കെ വലിയൊരു ആരോപണമായിട്ട് അദ്ദേഹത്തിന്റെ എതിരാളികൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് പാർട്ടി അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടം പാർട്ടി അന്നൊരു ഇന്നസെന്റിനെ കൊണ്ട് മണ്ഡലത്തിലെ ഒരു MP എന്ന നിലയ്ക്ക് ഒരു വലിയ ചുമതലയൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അന്ന് ജയിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നൊരു മിനിമം ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ചർച്ചകളും സജീവമായിരിക്കുന്നു. ഇനിയൊരു അംഗത്തിനില്ലെന്ന് ഇന്നസെന്റ് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. CPM സമ്മർദ്ദം ഇന്നസെന്റിന് മേൽ ഇത്തവണയും ഉണ്ടാകുമോ? സമ്മർദ്ദത്തോടുള്ള ഇന്നസെന്റിന്റെ നിലപാട് എന്തായിരിക്കും? ഉത്തരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. മീഡിയ 1 തൃശൂർ.